മക്കളെ അക്കൗണ്ടൻസി എങ്ങനെ നിങ്ങൾ ഈ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളതാണ് വെയിറ്റേജോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതുവരെ അക്കൗണ്ടൻസി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ടും A+ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വെറുതെ പറയുന്നതല്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസി പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് AFS ആകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആകാം. ഓരോ സ്കൂൾ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. സോ ആദ്യം പാർട്ട് 1 നോക്കിയിട്ട് പാർട്ട് 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും പാർട്ട് 2 AFS നമുക്ക് നോക്കാം കേട്ടോ. സോ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് 8 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ദെൻ അഡ്മിഷനിൽ നിന്ന് 13ഉം റിട്ടയർമെന്റിൽ നിന്ന് 8ഉം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ നിന്ന് 11 മാർക്കുമാണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, വെയിറ്റേജിനെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് അഡ്മിഷൻ എന്ന പാഠത്തിൽ നിന്നാണ്. സോ അഡ്മിഷനിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്? അഡ്മിഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒന്നാണ് റേഷ്യോ കാൽക്കുലേഷൻ. പലതരത്തിലുള്ള റേഷ്യോസ്, സാക്രിഫൈസിങ്, ദെൻ അതുപോലെ തന്നെ ന്യൂ റേഷ്യോ, ഇത് രണ്ടും തമ്മിലുള്ള പല പല ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ഞാൻ നിങ്ങൾ മെഗാറേഷ്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിലും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ മെഗാറേഷ്യയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് മെഗാറേഷ്യ എന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ആദ്യം മുതലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാം കേട്ടോ. സോ റേഷ്യോസ് വരാറുണ്ട്. പിന്നെ അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗുഡ്വില്ല്. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനും വരാറുണ്ട്. ഗുഡ്വില്ല് ട്രീറ്റ്മെന്റ് കുറച്ച് ജേർണൽ എൻട്രീസ് ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. സോ അത് നമ്മൾ പഠിച്ചിരിക്കണം അഡ്മിഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട്. സോ അത് വേണമെങ്കിൽ ഒരു 5 മാർക്കിന് വന്നേക്കാം. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ 4 മാർക്കിനും, ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രീസ് ഒരു 5 മാർക്കിനും ആയിട്ടും, റേഷ്യോ ഒരു 2 മാർക്കിനും വരാം. അപ്പോൾ തന്നെ 9, 10, 11 ആയില്ലേ. ഇതൊക്കെ വരാവുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടാകും കേട്ടോ. ഓർ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ചേർത്തിട്ടാണ്. ദെൻ പിന്നെ ഇതിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ട് വിത്ത് ബാലൻസ് ഷീറ്റ് 8 മാർക്കിന്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 1 വേർഡ് ഒക്കെ വരും, അത് വേറെ. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഇതൊക്കെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് 13 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ഓർ ക്വസ്റ്റ്യൻസ് ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ആകാതെയാണ് 13 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 13 കൂടുതൽ മാർക്കിൻ്റെത് ഈ ഒരു പാഠത്തിൽ നിന്ന് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡിഫറൻസ് പഠിക്കാനുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആൻഡ് പാർട്ട്ണർഷിപ്പ്. അത് 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. അപ്പൊ നമുക്ക് 3 മാർക്കിന് എടുക്കാം. ഏറ്റവും കുറവുള്ള രീതിക്ക് എടുക്കാം. 3 മാർക്കിന് അത് ചോദിക്കും. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് അസറ്റ് സെല്ല് ചെയ്ത എമൗണ്ട്. അസറ്റ് വിൽക്കുമല്ലോ, അസറ്റ് വിറ്റ് കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പേ ഓഫ് ഡെറ്റ്. എങ്ങനെയാണ് കടങ്ങൾ വീട്ടേണ്ടത്, ഡെറ്റ് എങ്ങനെ വീട്ടണം എന്നുള്ളത് ഒരു 2 മാർക്കിന്റെ ഒരു ചോദ്യം. അപ്പൊ തന്നെ 6ഉം 2ഉം എത്രയായിട്ടുണ്ട്? 8 മാർക്കിൻ്റെതായിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതൊരു ഫുൾ പ്രോബ്ലം ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ബാലൻസ് ഷീറ്റ് ചോദിക്കും. വിത്ത് റിയലൈസേഷൻ മാത്രമാണെങ്കിൽ 5 മാർക്കിനും, വിത്ത് ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 മാർക്കിന് ചോദിക്കും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ വരും. ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് ന്യായമായ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെയുള്ള ബേസിക് കൺസെപ്റ്റ്സിനും റിട്ടയർമെന്റും ഈക്വൽ മാർക്ക് വരുന്നത്. 8 മാർക്കാണ് വെയിറ്റേജ് വരുന്നത് അല്ലെ 40 മാർക്കിലേക്ക് വരുന്ന സമയത്ത്. സോ അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, റിട്ടയർമെന്റിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിലെ ജേർണൽ എൻട്രീസ് തന്നെയാണ്. ജേർണൽ എൻട്രി ഒരു 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഒരു 4 മാർക്കിന് ചോദിക്കാം. ഇത് 3 മാർക്കിനും 4 മാർക്കിനും കൂടി ആയപ്പോൾ തന്നെ 7 മാർക്ക് വന്നു. പിന്നെ എന്താണ് ചോദിക്കുക? ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ ചോദിച്ചേക്കാം. ദെൻ ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ ഒരു 2 മാർക്കിന് ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ്, ഈ വെയിറ്റേജിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റിട്ടയർമെന്റിലെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗം. ദെൻ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് 8 മാർക്കിലേക്ക് വരാൻ സാധ്യതയുള്ള ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് അതും 4ഓ 3ഓ മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ, ഇത്രയുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ക്വസ്റ്റ്യൻസ് അത് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ് ഈ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ട്. അപ്പൊ അക്കൗണ്ടൻസി പാർട്ട് 1 നിങ്ങൾ ഇതുപോലെ വേണം, ഈ ഒരു ടോപ്പിക്കുകൾ അറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ വെയിറ്റേജ് ഞാൻ പറയാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ വെയിറ്റേജ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ 3 വരുന്നേ, ഡേറ്റാബേസ് മാനേജ്മെന്റ് 2 വരുന്നത്. അപ്പൊ അതനുസരിച്ച് അതിൽ നിന്ന് വളരെ കുറച്ച് തിയറി നിങ്ങൾ പഠിച്ചാൽ മതി. 5 മാർക്കിന്റെ ചോദ്യം GNU കാത്തയിൽ നിന്ന് മേ ബി ആ വൗച്ചേഴ്സും അതിന്റെ ആ ഒരു ഷോർട്ട് കട്ട് കീസും ഒക്കെ ആയിരിക്കും ചോദിക്കാം. അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിന്റെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ അതിലെ ഓരോ ഇതുണ്ടല്ലോ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അതായിരിക്കും ചോദിക്കാം. പിന്നെ സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് 2 മാർക്ക്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് മിക്കവാറും ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിന്റെ ആ ഒരു മെറിറ്റ്സ് അതായിരിക്കും ചോദിക്കാം. അപ്പൊ അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും. ദെൻ AFS-ൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക ജേർണൽ എൻട്രീസ് ആണ്. അലോട്ട്മെന്റിന്റെ ജേർണൽ എൻട്രീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ 5 മാർക്കിന് ചോദിക്കും. പലതരത്തിലുള്ള അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറണ്ട് റേഷ്യോ അങ്ങനെ റേഷ്യോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 8 മാർക്കിന്. ഏറ്റവും വെയിറ്റേജ് കുറവ് ചാപ്റ്റർ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനിയാണ്. ബാക്കി എല്ലാത്തിനും 6ഉം 8ഉം ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പൊ AFS പാർട്ട് 2 40 മാർക്ക് ആയതുകൊണ്ട് തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി പാർട്ട് 2 പഠിക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ടോപ്പിക് വൈസ് ഈ ടോപ്പിക്കുകളൊക്കെ നോക്കി എടുത്ത് പഠിച്ചാൽ മതി. എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക്